അദ്ദേഹം എൻഡോസ് ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ. അദ്ദേഹം വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം വർഗീയതയ്ക്കെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് സുകുമാരൻ നായർ എടുത്തിട്ടുള്ളത്. വർഗീയത ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം എന്റർടൈൻ ചെയ്തിട്ടില്ല. വർഗീയത പറയാറില്ല, വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ അദ്ദേഹത്തിനെതിരെ പറഞ്ഞത്. നിങ്ങൾ ഈ കയ്യിലേക്ക് കയറി 42 കൊല്ല പിണറായി വിജയൻ പോയി ആ അമീറിന്റെ കൂടെ പോയിരിക്കുന്ന അല്ല, ഞാൻ പറഞ്ഞൊക്കെ മറുപടി കേൾക്കുക. ചോദിച്ചാനല്ലേ, അങ്ങ് ചോദിച്ചാനല്ലേ ഞാൻ മറുപടി പറയാം. എന്റെ ഇടയിൽ കയറണം എന്തിനാ? ഇല്ലെങ്കിൽ ചോദിച്ചോ, മുഴുവൻ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാം. അത് ചോദിച്ചല്ലോ, അത് പിന്നെ മറുപടി പറയണതിന്റെ ഇടയിൽ വീണ്ടും കയറി ചോദിക്കണം എന്തിനാ? അല്ലല്ല പറയട്ടെ, ഇനി ഇടയിൽ കയറരുത്. കൈരളിക്കാരന് ഇത് അസ്വസ്ഥരാവണം എന്തിനാ? 42 കൊല്ലം നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ആ ഹിറ സെന്ററിൽ പോയി ഈ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം ഞാൻ കാണിച്ചതാ. തലേ ദിവസം ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കോഴിക്കോട് ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരട്ടെ. ഇവിടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ടല്ല, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നു, ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ പോയി അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പിന്തുണ, അവർ നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇതൊക്കെ ഇങ്ങനെ മറക്കാമോ ഇപ്പോഴത്തെ കാലത്ത്? എന്റെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക ജമാഅത്ത് ഇസ്ലാം നിർത്ത്. ഞാൻ പോയി ഭാരതീയ വിചാര കേന്ദ്രത്തിന് പറയാം. ഭാരതീയ കേൾക്ക് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിക്ക് ഞാൻ പോയി. എന്താണ്? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് പരമേശ്വരൻ. പി പരമേശ്വരൻ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ തൃശ്ശൂർ പുസ്തകം റിലീസ് ചെയ്ത് ഞാനാണ്. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരാൾ റിലീസ് ചെയ്ത പുസ്തകം അതാരാന്നറിയാ? VS അച്യുതാനന്ദൻ. നാണമുണ്ട് നിങ്ങൾക്ക്? നാണം ഈ ചോദിക്കുന്നതിന് നാണമുണ്ട്? VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത അതേ പുസ്തകം തൃശ്ശൂർ എന്നെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിച്ചു. അന്ന് എൻ്റെ പേര് ശുപാർശ ചെയ്തത് ശ്രീ MB വീരേന്ദ്രകുമാറാണ്. ഞാനും അദ്ദേഹവും തമ്മിലൊരു ഡൽഹിയിലേക്കൊരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഞങ്ങളുടെ 3 മണിക്കൂർ സംഭാഷണം സ്വാമി വിവേകാനന്ദനെ കുറിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയാണ് ബുക്ക് റിലീസ് ചെയ്യാൻ തൃശ്ശൂർ അവർ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സമയമില്ല, ഞാനൊരു ആളെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു വിവേകാനന്ദനെ കുറിച്ച് പറയാം. എന്നിട്ട് എന്നോട് അദ്ദേഹം തന്നെ എന്നോട് വിളിച്ചു, ഒരു പരിപാടി പങ്കെടുക്കണം. ഞാൻ അന്വേഷിച്ചു ഭാരതീയ വിചാരം. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ ബുക്ക് റിലീസ് ചെയ്തത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനേക്കാൾ വലിയ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിൽ. അദ്ദേഹം റിലീസ് ചെയ്ത ബുക്ക് ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി പങ്കെടുത്തായി പ്രചരിപ്പിച്ചോ. ഇതാണ് യാഥാർത്ഥ്യം. ഉണ്ടായിരിക്കും.